ഇന്നത്തെ ജനറേഷനിൽ ഒരുവിധം പാരൻസ് ഒക്കെ സ്ക്രീൻ അഡിക്റ്റഡ് ആണ്. അവർ കൂടുതൽ സമയം സ്ക്രീനിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളും അത് കണ്ടിട്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി വളരുന്നുണ്ടാവും. അവർ കൂടുതലും വിഷ്വലി കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യുക. പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ കണ്ടിട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. വൺസ് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ്. ഇത്തരം കേസസ് ഒരുപാടാണ്. ക്ലിനിക്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരുപാട് കേസസ് ആണ്. അതിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുക. ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ വൺസ് അതൊരു അഡിക്ഷൻ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർ അതിന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ലൈക്ക് നമ്മൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ഇവർ സ്ക്രീൻ വിത്ഡ്രോ ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരൻസ് അതിൽ കൂടുതൽ പ്രിക്കോഷ്യസ് ആവണം. സ്ക്രീൻ ടൈം നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുക. ലൈക്ക് ഒരു ലിമിറ്റ് വെക്കണം. ഫാമിലീസിൽ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. പാരൻസും കുട്ടികളും ഒരേ സമയത്ത് സ്ക്രീൻ ഓഫ് ആവണം. ലൈക്ക് കുട്ടികൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പാരൻസും യൂസ് ചെയ്യുക. ഓഫ് ആവുന്ന സമയത്ത് എല്ലാവരും ഓഫ് ആവുക. എന്നിട്ട് പരസ്പരം കോൺടാക്ട്, സംസാരം, കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് നമുക്ക് ഒരുപാട് നിർബന്ധിക്കേണ്ടി വരില്ല. കാരണം പാരൻസ് ഓഫാണ്, കുട്ടികൾക്ക് അവരോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അത് അനുസരിക്കില്ല. അപ്പം നമ്മൾ ഓഫ് ആവുന്ന സമയത്ത് എല്ലാവരും സ്ക്രീൻ ഓഫ് ആയിട്ട് പരസ്പരം ഇന്ററാക്ട് ചെയ്യുക.